ഖുർആൻ പരമ്പരയിൽ ഇന്ന് ഒരു പുതിയ അധ്യായം അവതരിപ്പിക്കുകയാണ്. ഇതുവരെ 50 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മക്കയിൽ അവതരിപ്പിച്ച കുറേയധികം അധ്യായങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. എല്ലാ അധ്യായങ്ങളിലെയും ഉള്ളടക്കം ഏതാണ്ട് ഒരേപോലെയുള്ള പയ്യാരം പറച്ചിലുകളും ഭീഷണിപ്പെടുത്തലുകളും ചീത്തവിളിയും പിന്നെ കുറേ പൂർവികരുടെ മുത്തശ്ശി കഥ പറഞ്ഞ് പേടിപ്പിക്കലും ഒക്കെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇന്ന് ഞാൻ ചർച്ചയ്ക്കെടുക്കുന്നത് ഖുർആനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഖുർആനിൻ്റെ സത്ത എന്ന് പറയപ്പെടുന്ന, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായം എന്ന് വിശേഷണമുള്ള, ഖുർആനിലെ ഏറ്റവും പുണ്യം കിട്ടുന്ന സൂറത്ത് ആയിട്ടുള്ള യാസീൻ എന്ന സൂറത്തിനെ കുറിച്ചാണ്. യാസീൻ ഓതുക എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. മുസ്ലിങ്ങളല്ലാത്തവർ പോലും യാസീൻ ഓതുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ചുറ്റുപാടുള്ള ഹിന്ദു വീടുകളിൽ നിന്നടക്കം എന്തെങ്കിലുമൊക്കെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് യാസീൻ ഓതാൻ എൻ്റെ ഉമ്മയുടെ അടുത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവക്കത്തുള്ള മൊയ്ലിയാരെ വീട്ടിലുമൊക്കെ വരുമായിരുന്നു. ഹിന്ദുക്കൾ പോലും യാസീൻ ഓതാൻ വരുമായിരുന്നു. അവർക്ക് ഓതാനല്ല, മറ്റവരെ കൊണ്ട് ഓദിച്ച് മന്ത്രി ചോദിക്കാൻ വേണ്ടി. കാരണം അത്രമാത്രം പ്രസിദ്ധി ആർജിച്ച ഒരു മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ഖുർആനിലെ അധ്യായമാണ് ഈ യാസീൻ. യാസീൻ്റെ പോരിശ പറയുന്ന ഹദീസുകളും വിശേഷണങ്ങളും ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ഹദീസ് മാത്രം ഇവിടെ മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ച് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് മാത്രം പറയാം. യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ ചെയ്ത മുഴുവൻ പാപവും അതോടുകൂടി പൊറുക്കും. ഇങ്ങനെ ഒരു ഹദീസുണ്ട്. അപ്പോൾ ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരമോളം കുറേ പാപങ്ങൾ ചെയ്തു. അയാൾ കക്കാൻ പോയി, പോക്കറ്റടിക്കാൻ പോയി, ബലാത്സംഗം ചെയ്യാൻ പോയി, ഒരാളെ കൊന്നു. ഇതെല്ലാം ചെയ്തിട്ട് രാത്രി വന്നിട്ട് ഒരു യാസീൻ ഓതി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേക്ക് അയാളുടെ ആ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളഞ്ഞു. പിറ്റേന്ന് വീണ്ടും അയാൾക്ക് ഈ പണിക്ക് പോകാം. ആ രീതിയിലൊക്കെ പറഞ്ഞു വെച്ച ഹദീസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ജനിച്ച് വീണാൽ യാസീൻ ഓതും, ജനിച്ചിട്ട് കുട്ടിയെ കുളിപ്പിച്ചാൽ യാസീൻ ഓതും, കുട്ടിയെ മുടി കളഞ്ഞാൽ യാസീൻ ഓതും, കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ യാസീൻ ഓതും. അങ്ങനെ ജനനം മുതൽ അവസാനം മരിച്ച് മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ യാസീൻ ഓതും. ഖബറടക്കി കഴിഞ്ഞിട്ട് പിന്നെ യാസീൻ ഓതും. ഖബറടക്കി കഴിഞ്ഞ് പിന്നെ ആ ഖബറിൻ്റെ മുകളിൽ ഒരാഴ്ച കുത്തിയിരുന്ന് യാസീൻ ഓതും. പള്ളിക്കടി മാറാൻ യാസീൻ ഓതും, കല്യാണം നടക്കാൻ യാസീൻ ഓതും, കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ യാസീൻ ഓതും, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ യാസീൻ ഓതും. ഇങ്ങനെ എവിടെ നോക്കിയാലും മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഈ യാസീൻ ഓത്ത് കാണാം. കാരണം അത്രയും പുണ്യമുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു സാധനമാണ് യാസീൻ എന്നാണ് പറയുന്നത്. 83 വാക്യങ്ങളുള്ള ഒരു ഇടത്തരം അധ്യായമാണ് ഈ യാസീൻ. ഞാനൊക്കെ 4ാം ക്ലാസ് പഠിക്കുന്ന അന്ന് തന്നെ കാണാപ്പാഠം പഠിച്ച് ഓതിക്കൊണ്ട് നടന്നിരുന്നു യാസീൻ. ഇന്ന് ഞാനതൊക്കെ മറന്നുപോയി. ഇന്നിപ്പോൾ നോക്കി വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഏതായാലും എന്താണ് അപ്പോൾ ഈ ഖുർആൻ്റെ സത്ത, ഖുർആൻ്റെ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളടക്കത്തിൽ കാര്യമായ എന്തെങ്കിലും കഴമ്പുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഓതുന്നവർക്ക് ഉള്ളടക്കത്തിലെ കഴമ്പൊന്നും നോക്കേണ്ട കാര്യമില്ല, പുണ്യം കിട്ടാൻ വേണ്ടി ഓതിയാൽ മതി. പക്ഷേ ഇത് വായിച്ച് കാര്യം മനസ്സിലാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശ്രേഷ്ഠമായൊരു അധ്യായത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ ലേശം ആകാംക്ഷ ഉണ്ടാവുന്നത് നല്ലതാണ്. അങ്ങനെ ഈ അധ്യായം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവം, അതിൻ്റെ ഉള്ളടക്കം, നമുക്കതിലേക്കാണ് ഇനി കടക്കാനുള്ളത്. ഞാൻ ഓതുന്നില്ല, ഇതിൻ്റെ അർത്ഥം വായിച്ചിട്ട് പതിവ് പോലെ എനിക്ക് അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെയാണ് അധ്യായം ഓതി തുടങ്ങുക. ഇതിൽ യാസീൻ എന്ന വാക്കിന്, അതൊരു വാക്കല്ല, 2 അക്ഷരങ്ങളാണ്. ഖുർആനിൽ കുറേ അധ്യായങ്ങൾ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനമായിട്ടില്ല. അതൊക്കെ അള്ളാഹ്ക്ക് അറിയുന്ന കാര്യം മാത്രമാണ്, നമുക്കറിയില്ല എന്നാണ് മിക്കവാറും അവസാനം പറഞ്ഞു വെക്കുന്നത് എല്ലാവരും. എന്നാൽ അതിനെന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇത് വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനും പലരും ശ്രമിച്ചതായിട്ട് കാണാം. ഇവിടെ യാസീൻ എന്നൊരു വാക്ക് സിറിയാക്ക് ഭാഷയിലുണ്ട് എന്നും
അതിൻ്റെ അർത്ഥം ഹേ മാന്യ മഹാജനങ്ങളെ എന്നാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളെ എന്ന് വിളിച്ചതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത് മുഹമ്മദിനെ അയാളുടെ പേര് ഒരു ഓമനപ്പേര് എന്ന നിലക്ക് വിളിച്ചതാണ് എന്ന വ്യാഖ്യാനവും ഉണ്ട്. അതൊന്നുമല്ല, ഇതിന് വേറെ ചില അർത്ഥങ്ങളാണ് എന്ന് വ്യാഖ്യാനമുണ്ട്. ഇതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല. ഇത് മുത്തശാബിഹാത്ത് എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച ആർക്കും പിടികിട്ടാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് എന്നും വ്യാഖ്യാനമുണ്ട്. അടുത്ത വാക്യം ഈ ആദ്യം പറഞ്ഞ യാസീൻ എന്ന വാക്യത്തിന് തന്നെ വിരുദ്ധമാണ്. അതെന്താണ്? വൽ ഖുർആനിൽ ഹക്കീം. ഹക്കീം എന്ന് പറഞ്ഞാൽ മുഹക്കമായ, ഹുക്കുമുള്ള, അതായത് യുക്തിഭദ്രമായ, സുവ്യക്തമായ, വ്യക്തതയുള്ള എന്നൊക്കെയാണ് അർത്ഥം. പ്രബലമായ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്തായാലും ഖുർആൻ യുക്തിഭദ്രമാണെന്നും ഖുർആൻ സുവ്യക്തമാണ് എന്നും പറയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഖുർആനിലെ ആർക്കും പിടികിട്ടാത്ത യാസീൻ എന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ആ പറഞ്ഞത് രണ്ടും തമ്മിൽ തന്നെ പരസ്പര വിരുദ്ധമാണ്. ഖുർആനിൽ വ്യക്തമായ കാര്യങ്ങളേ ഉള്ളൂ എന്ന് ഇവിടെ പറയുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നത് ഖുർആനിൽ മുത്തശാബിഹാത്തായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആർക്കും പിടികിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് ഇതേ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യം. ഇനി അങ്ങനെയുള്ള ഖുർആനിനെ താങ്ങി പിടിച്ചുകൊണ്ട് അള്ളാഹുവാണ് സത്യം ചെയ്യുന്നത്. സത്യം ചെയ്തിട്ട് എന്ത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം സത്യം ചെയ്യുന്നത്? പതിവ് പോലെ തന്നെ കഴിഞ്ഞ 50 ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്ത ഈ 10-13 കൊല്ലം മക്കയിൽ മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെ പിന്നെയും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായും താങ്കൾ മുർസലുകളിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് ഈ ഖുർആൻ താങ്ങിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നതാണ് ഈ വാക്യം. അപ്പോൾ താങ്കൾ റസൂലാണ്, താങ്കൾ പ്രവാചകനാണ് എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് അള്ളാഹു ഓരോ സാധനം പൊക്കിപ്പിടിച്ചുകൊണ്ട് പുളിങ്ങാക്കുരുവാണേ സത്യം, മാങ്ങാത്തൊലിയാണേ സത്യം, ചക്കക്കുരുവാണേ സത്യം, താങ്കൾ റസൂല് തന്നെയാണ്, താങ്കൾ പ്രവാചകൻ തന്നെയാണ്, താങ്കൾക്ക് ഭ്രാന്തൊന്നുമില്ല, ഇതിങ്ങനെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നുള്ളത് ഖുർആൻ്റെ ഒരു പതിവാണ്. ഇത് താൻ റസൂലാണോ എന്ന കാര്യത്തിൽ ഇത് പറയുന്ന ആൾക്ക് തന്നെ ബലമായ സംശയമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ആവർത്തനങ്ങൾ. ഒരു പടച്ചോന് തൻ്റെ പുസ്തകം തൻ്റെ സൃഷ്ടികൾക്ക് കൊടുത്തയക്കുമ്പോൾ ആ പുസ്തകം നിറയെ ഇത് കൊടുത്തയച്ച ആൾ ഇയാൾ തന്നെയാണ്, അയാളെ ഞാൻ പറഞ്ഞയച്ച തന്നെയാണ് ഇങ്ങനെ ഇടക്കിടക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ സർവീസിൽ കയറാൻ നേരത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് അത് വെരിഫൈ ചെയ്താൽ പിന്നെ കൊല്ലം നമ്മൾ സർട്ടിഫിക്കറ്റ് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കൊല്ലം അത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ പടച്ചോനൊരു പുസ്തകം കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം കൊണ്ട് വരുന്ന ആൾ ആദ്യം പറഞ്ഞു അയാൾ ദൈവദൂതനാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിൻ്റെ സാക്ഷ്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാലാകാലം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തയച്ച അള്ളാഹുവിനും ഇത് പറയുന്ന റസൂലിനും ഒക്കെ തന്നെ സംശയമുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോകും. അത് കഴിഞ്ഞ് അലാ സിറാത്തി മുസ്തഖീം, നിശ്ചയമായും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതരിൽപ്പെട്ടവൻ തന്നെയാണ്, താങ്കൾ ചൊവ്വായ മാർഗത്തിൽ തന്നെയാണ്, പിഴച്ചിട്ടൊന്നുമില്ല, നേരായ മാർഗത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിഴച്ച മാർഗത്തിലാണോ ഞാൻ പോകുന്നത് എന്ന് മുഹമ്മദിന് ഇടക്കിടക്ക് ശങ്ക തോന്നിയിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. തീർന്നില്ല, സംശയം ഇനിയും ഉറപ്പിക്കാനുള്ള അടുത്ത വാക്യം കൂടെ നോക്കുക. പ്രതാപശാലിയും പരമകാരുണികനുമായ അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. തൻസീലുൽ അസീസ് റഹീം, അസീസും റഹീമുമായ അള്ളാഹുവാണ് ഇത് കൊടുത്തയച്ചിട്ടുള്ളത് എന്ന് പിന്നെയും സത്യം ചെയ്ത് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഇടക്കിടക്ക് ഹാജരാക്കുന്നുണ്ട്. ഭ്രാന്തില്ല എന്നതിന് ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നുണ്ട്. ഇത് കൊടുത്തയച്ചത് അള്ളാഹു തന്നെയാണ് എന്നതിന് അള്ളാഹിൻ്റെ സർട്ടിഫിക്കറ്റ് ഇടക്കിടക്ക് ഹാജരാക്കുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന മുഹമ്മദ് റസൂല് തന്നെയാണ് എന്നതിനും സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ പുട്ടിന് തേങ്ങ പോലെ ആവർത്തിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം മുഹമ്മദിന് തന്നെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന കാര്യമാണ്. അടുത്തത്, ഒരു ജനതയെ താങ്കൾ താക്കീത് ചെയ്യുവാനായി അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതിനാൽ അവർ അശ്രദ്ധരായി ജീവിക്കുകയാണ്. ലി തുന്തിറ കൗമം മാ ഉന്തിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് പറഞ്ഞയച്ചിട്ടുള്ളത്? താങ്കളെ എന്തിനാണ് പറഞ്ഞയച്ചിട്ടുള്ളത്? ഒരു ജനതയ്ക്ക് താക്കീത് നൽകാനാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള ജനത?
അവരുടെ പൂർവ്വപിതാക്കൾക്ക് ആർക്കും ഒരു താക്കീതുകാരനോ റസൂലോ മുമ്പ് വന്നിട്ടില്ലാത്ത ഒരു ജനത എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മുമ്പ് ഒരു റസൂലിൻ്റെ മണം പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു ജനതയായ ആർക്കാണ് മുഹമ്മദിനെ റസൂലായിട്ട് അയച്ചിട്ടുള്ളത്? ഇത് മക്കയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദിനെ അയച്ചത് മക്കക്കാരെ താക്കീത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് ഇവിടെ ഖുർആൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആനും കൊണ്ട് എന്തിനാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള ഇത്രയും ദൂരമുള്ള രാജ്യത്തേക്കും മറ്റു ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇവർ അതിക്രമം കാണിച്ച് കയറി ഇത് എല്ലായിടത്തും അടിച്ചേൽപ്പിച്ചത് എന്തിനാണ് എന്ന ചോദ്യം വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഇതിങ്ങനെ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ മുഹമ്മദിന് ഇത് കുറച്ചും കൂടെ അപ്പുറത്തേക്കാക്കിയ കൊള്ളാം എന്ന് തോന്നിയപ്പോൾ പറഞ്ഞ ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇത് ലോകത്തിൻ്റെ എല്ലാവർക്കും ഉള്ളതാണ്, ഇത് കാലാകാലത്തേക്കുള്ളതാണ് എന്ന വ്യാഖ്യാനങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഇതുവരെ പ്രവാചകന്മാരാരും വന്നു നോക്കിയിട്ടില്ലാത്ത മക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൊടുത്തയച്ചത് എന്നാണ്. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, മക്കയിലെ ജനങ്ങൾ മുമ്പത്തെ റസൂലുമാരെ കുറിച്ചൊന്നും കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്തവരാണോ? അല്ല എന്ന് ഈ കഥാപുസ്തകം തന്നെ പറയുന്നു. ഇസ്ലാമിൻ്റെ കഥാപുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഒക്കെ പറയുന്നു. മക്കയിൽ ഇബ്രാഹിം വന്നിട്ടാണ് കഅബ ഉണ്ടാക്കിയതെന്ന് ഈ കഥ പറയുന്നുണ്ട്. ഇബ്രാഹിം ഒറ്റക്കല്ല വന്നത്, ഇസ്മായിൽ എന്ന് പറയുന്ന മകനുണ്ട് എന്ന് പറയുന്നു. ഈ രണ്ടും നബിമാരാണ്, രണ്ടും റസൂലുമാരാണ്. മക്കയിൽ തന്നെ വന്ന് മക്കയിലെ ഖുറൈശികളും മുഹമ്മദും ഒക്കെ ആരാധിച്ചിരുന്ന കഅബ എന്ന് പറയുന്ന അമ്പലം പണിതത് ഇബ്രാഹിമും മകനും കൂടിയാണ് എന്ന് കഥ പറയുന്ന അതേ കഥാപുസ്തകത്തിലാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു റസൂല് വന്നിട്ടേ ഇല്ല, ഒരു താക്കീതുകാരൻ ഞങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല എന്ന് പറയുന്നത്. അതൊരു വൈരുദ്ധ്യം. ഇനി ഇസ്മായിലും ഇബ്രാഹിമും മാത്രമാണോ അറേബ്യയിൽ പരിചയമുള്ള നബിമാർ? ഈ കഥയിൽ തന്നെ, ഈ കഥാപുസ്തകത്തിൽ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു ഷുഹൈബ് എന്ന് പറയുന്ന വേറൊരു നബിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഷുഹൈബ് നബി എവിടെ വന്നത്? അറേബ്യ ഉപഭൂഖണ്ഡത്തിൻ്റെ അല്പം വടക്ക് ഭാഗത്തായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നതാണ് എന്ന് കഥയിൽ പറയുന്നു. അപ്പോൾ അറബികൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന, കച്ചവടത്തിനും മറ്റും സഞ്ചരിക്കുന്ന വഴിയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് ഷുഹൈബ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് താക്കീത് നടത്തിയിട്ടുണ്ട്. എല്ലാ നബിമാരും ഒരേ കാര്യം താക്കീത് ചെയ്യാൻ വന്നു എന്നാണ് ഈ കഥാപുസ്തകം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഷുഹൈബ് നബി അറബികൾക്കും മക്കക്കാർക്കും പരിചയമുള്ള നബിയാണ്. ഇബ്രാഹിം നബി അവർക്ക് ഇപ്പോൾ കേട്ട് പരിചയമുള്ളവർ മാത്രമല്ല, അവരുടെ ക്ഷേത്രം തന്നെ പണിത് കൊടുത്തിട്ട് പോയ ആളാണ്. അയാളുടെ കൂടെ മകനായ ഇസ്മായിൽ നബി ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 നബിമാർ മക്കത്തും പരിസരത്തും തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇനി അള്ളാഹു കൊടുത്തയച്ച ഖുർആൻ്റെ തൊട്ട് മുമ്പ് കൊടുത്തയച്ച കിതാബുകൾ ഏതാണ്? ഇഞ്ചീലും തൗറാത്തും. ഈ ഇഞ്ചീലിലും തൗറാത്തിലും അള്ളാഹു കൊടുത്തയച്ച സന്ദേശങ്ങൾ മക്കത്തും മദീനയിലൊന്നും ഇല്ലേ? ഉണ്ട്. അവിടെ ക്രിസ്ത്യാനികളുണ്ട്. മുഹമ്മദ് നബിയുടെ ഖദീജയുടെ അമ്മാവനായിരുന്ന വറഖത്ത് ബിൻ നൗഫൽ പോലും ക്രിസ്തുമതം പഠിച്ച് ബൈബിള് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈബിളിൽ, അതായത് ഇഞ്ചീൽ എന്ന് പറയുന്ന അള്ളാൻ്റെ പുസ്തകത്തിലുള്ള വിവരങ്ങൾ അറിയാത്തവരാണോ മക്കത്തുള്ളവർ? തൗറാത്ത് അറിയാത്തവരാണോ മക്കത്തും മദീനത്തുള്ളവരല്ല? ജൂതന്മാരവിടെ ചുറ്റുമുണ്ടായിരുന്നു. ഈ ജൂതന്മാരിൽ നിന്ന് ഈ കഥ മുഴുവൻ മുഹമ്മദ് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് മുഹമ്മദ് ഈ കഥയെല്ലാം അവിടെ വിളമ്പുന്നത്. അതല്ലാതെ മുഹമ്മദിന് നേരിട്ട് ആകാശത്ത് നിന്ന് കിട്ടിയതല്ല. അപ്പോൾ മക്കയിലും പരിസരത്തും തൗറാത്തിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ട്, ഇഞ്ചീലിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ട്, ഇസ്മായിൽ വന്നിട്ടുണ്ട്, ഇബ്രാഹിം വന്നിട്ടുണ്ട്, ഷുഹൈബ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്ന് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കേട്ടും കണ്ടും പരിചയമുള്ള മക്കക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് താക്കീതുകാരനേ വന്നിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വൈരുദ്ധ്യമല്ലേ? അപ്പോൾ 2 പ്രശ്നം. ഒന്ന്, മക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞത് ഒരു വൈരുദ്ധ്യം. പിന്നീട് അത് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നുണ്ട്, അതുമായിട്ട് ഇത് പൊരുത്തപ്പെടില്ല. 2, ഇവിടെ ദൂതന്മാർ വന്നിട്ടില്ല എന്ന് പറയുന്നതും ഈ കഥയനുസരിച്ച് തന്നെ കളവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത്? ഈ കഥകൾ പറഞ്ഞു തുടങ്ങുന്ന കാലത്ത് ഈ ഇബ്രാഹിമിൻ്റെ കഥ ഇതിലേക്ക് കൂട്ടിക്കെട്ടാൻ മുഹമ്മദ് കഥ മെനഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കഥയൊക്കെ പിന്നീടാണ് വരുന്നത്. ഈ കഅബയൊക്കെ കീഴടക്കിയിട്ട് ഈ മതം അതുമായിട്ട് കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുഹമ്മദ് മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഇബ്രാഹിം വന്നു, ഇസ്മായിൽ വന്നു തുടങ്ങിയിട്ടുള്ള കഥകൾ. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ഈ ആയത്തിറക്കുന്ന സമയത്ത് മുഹമ്മദിൻ്റെ മനസ്സിൽ ഇബ്രാഹിമും ഇസ്മായിലും ഒന്നുമില്ല. പിന്നെ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കഥ തന്നെയാണ് മോഷ്ടിച്ച് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അല്പസ്വല്പം വ്യത്യസ്തപ്പെടുത്തി ഇത് പറയുമ്പോൾ അവരെക്കുറിച്ച് പറയാനും തൽക്കാലം മറന്നുപോയത് കൊണ്ടാണ്
നിങ്ങൾക്ക് താക്കീതുകാരനും റസൂലും ഒന്നും വന്നിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞ് ഇങ്ങനെ ആയത്തിറക്കേണ്ടി വന്നത് എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇനി അടുത്ത വാക്യം, ലഖദ് ഹക്കൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. നിശ്ചയമായും അവരിൽ അധികം ആളുകൾക്കും ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു, തന്നിമിത്തം അവർ വിശ്വസിക്കുകയില്ല. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് മക്കക്കാരെ കുറിച്ചാണ് പറയുന്നത്. മക്കക്കാർ ഇതുവരെ ഇദ്ദേഹം അവിടെ പറഞ്ഞ മുത്തശ്ശി കഥകളൊന്നും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. ഇദ്ദേഹത്തെ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കാനും മക്കക്കാർ തയ്യാറായില്ല. തയ്യാറാവാതിരിക്കാൻ കാരണം അവരാവശ്യപ്പെട്ട തരത്തിൽ യുക്തിക്ക് നിരക്കുന്നതും ബോധ്യപ്പെടുന്നതുമായ ഒരു നയാ പൈസയുടെ തെളിവ് മുഹമ്മദ് അവിടെ ഹാജരാക്കിയില്ല. അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് കുറേ കഥകൾ പറഞ്ഞുകൊണ്ട്, ഈ പൂർവീകരുടെ കെട്ടുകഥകൾ, അവർക്ക് കേട്ട് പരിചയമുള്ള കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുങ്ങളെ അങ്ങനെ മലമറിക്കും, ഇങ്ങനെ ആക്കും, അങ്ങനെ ആക്കും, ശിക്ഷിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നോക്കി. അതൊന്നും അവിടെ ഏശിയില്ല. അങ്ങനെ മുഹമ്മദ് നിരാശനായി. അവസാനം ഇവരൊക്കെ ഈ പറഞ്ഞ കഥകളിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചവരാണെന്നും ഇവരൊന്നും ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നും ഇവർക്ക് ശിക്ഷ വരാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവസാനത്തെ അളവെടുത്ത് പ്രയോഗിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ശിക്ഷ വരാൻ പോകുന്നു, നിശ്ചയമായും അവരിൽ അധികം ആളുകൾക്കും ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു, തന്നിമിത്തം അവർ വിശ്വസിക്കുകയില്ല. എന്താണ് ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടത്? ഈ ഖുർആനിൽ പറയുന്നു, മഹാഭൂരിപക്ഷം ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നരകം നിറക്കാനാണ് എന്ന എൻ്റെ വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട് പലയിടത്തും. അപ്പോൾ നരകം നിറക്കാൻ ഒരുപാട് മനുഷ്യന്മാരെ കരുതിക്കൂട്ടി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ അള്ളാഹു ആ തീരുമാനിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ മക്കത്തുള്ള എല്ലാവരും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവരാരും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. മുഹമ്മദെ ഇനി വല്ലാതെ ഇവിടെ ഈ പരിപ്പ് വേവിക്കാൻ നോക്കണ്ട, അതിവിടെ ചിലവാവില്ല എന്ന് അള്ളാഹു മുഹമ്മദിനോട് പറയുകയാണ്. കൂട്ടത്തിൽ മക്കക്കാർക്ക് ഇട്ടിട്ടൊരു തട്ടും, നിങ്ങളെയൊക്കെ ഇപ്പോൾ അള്ളാഹു ശിക്ഷിക്കാൻ പോകുന്നു എന്നുള്ളൊരു തട്ടും. ഇത് ഖുർആനിലെ പ്രവചനം പൊളിഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. സൂറത്തുൽ കാഫിറൂൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാൻ്റെ പ്രവചനം പൊളിഞ്ഞു എന്ന്. അതേപോലെ പൊളിഞ്ഞു പോയ ഒരു പ്രവചനമാണിത്. എന്താണ്? അള്ളാഹുവിൻ്റെ ശിക്ഷ ഏൽക്കാൻ പോകുന്നവരാണ് നിങ്ങൾ എന്ന് മക്കക്കാരുടെ മുഴുവൻ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു ശിക്ഷ അവിടെ ഇറങ്ങിയിട്ടേയില്ല. ആ പ്രവചനം പൊളിഞ്ഞു. 2, അതുകൊണ്ട് നിങ്ങളാരും വിശ്വസിക്കുക ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അവരെല്ലാവരും പിന്നെ മുഹമ്മദിൻ്റെ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തിയപ്പോൾ, മക്കം കീഴടക്കിയ സമയത്ത് ഈ പറയുന്ന അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള സകലമാന ഖുറൈശികളും മക്കക്കാരും ഇസ്ലാം വിശ്വസിച്ചു. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വാളിൻ്റെ ശക്തി കൊണ്ട് അവർ ബലമായിട്ട് അവരെ വിശ്വസിപ്പിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞു. അത് മതിയല്ല വിശ്വസിക്കാൻ. അങ്ങനെയാണല്ലോ ഇസ്ലാമിലെ വിശ്വാസം, അല്ലാതെ ബോധ്യപ്പെട്ടുള്ള വിശ്വാസം അല്ലല്ലോ. ഒന്നുകിൽ പാരമ്പര്യമായി പെറ്റുവരികയുണ്ടാവുന്ന വിശ്വാസം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കത്തി കാട്ടിയും വാള് കാട്ടിയുള്ള വിശ്വാസം. ആ വാള് കാട്ടിയുള്ള വിശ്വാസമാണെങ്കിൽ പോലും മക്കക്കാർ മുഴുവൻ പിന്നെ വിശ്വസിച്ചു. അപ്പോൾ നിങ്ങളാരും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞത് പൊളിഞ്ഞുപോയി. മക്കക്കാർ മുഴുവൻ ശിക്ഷിക്കാൻ പോവുകയാണ്, നിങ്ങളാരും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് രണ്ടും പൊളിഞ്ഞുപോയി. അപ്പോൾ യാസീനിലെ ഈ 7ാമത്തെ സൂക്തം 7ാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ 2 പൊളിഞ്ഞു പോയ പ്രവചനങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നർത്ഥം. ഇനി അടുത്ത വാക്യം, നിശ്ചയമായും അവരുടെ കഴുത്തുകളിൽ വമ്പിച്ച ചില ആമങ്ങൾ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് താടിയെല്ലുകൾ വരെ എത്തിയിരിക്കും, തന്നിമിത്തം അവർ തല ഉയർത്തപ്പെട്ടവരാകുന്നു. അവരുടെ മുന്നിലും പിന്നിലും ഓരോ മറ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ അവരെ നാം മൂടി പൊതിഞ്ഞിരിക്കുകയാണ്, തന്നിമിത്തം അവർ കണ്ടറിയുകയില്ല. ഇത് ഒട്ടകത്തിൻ്റെയൊക്കെ കഴുത്തിൽ ഒരു തരം കുരുക്കിട്ടിട്ട് ഒട്ടകത്തിനെയൊക്കെ നിർത്താറുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അങ്ങനെ കഴുത്തിൽ നിറയെ ഒരു തരം കുരുക്കിട്ടിട്ട് താടിയെല്ല് പോലും അലക്കാൻ പറ്റാതെ അവരിങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മക്കക്കാരെ ഭീകരമായിട്ട് പരിഹസിക്കുകയും ചീത്ത പറയുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഇതിന് യാതൊരു അർത്ഥവും ഇല്ല. താങ്കൾ അവരെ താക്കീത് ചെയ്താലും താക്കീത് ചെയ്യാതിരുന്നാലും അവർക്ക് സമമാണ്, അവർ വിശ്വസിക്കുകയില്ല. അതാണ് അടുത്ത വാക്യം. എന്നാൽ പിന്നെ എന്തിനാണ് ഈ താക്കീതുകാരെല്ലായിടത്തും അയക്കുന്നത് ഈ അള്ളാഹു?
അള്ളാഹുവാണ് ഇത് പറയുന്നത്. താങ്കൾ താക്കീത് ചെയ്താലും വിശ്വസിക്കൂല, താക്കീത് ചെയ്തില്ലെങ്കിലും വിശ്വസിക്കൂല. അവർ കഴുത്തിൽ ഞാൻ കുരുക്കിട്ട് പൊന്തിച്ച് നിർത്തിയിരിക്കുകയാണ്, അവരെ ഞാൻ അങ്ങനെ ആക്കിയിരിക്കുകയാണ്, ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്, അവരെ ഞാൻ നരകം നിറക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ നേരത്തെ തീരുമാനിച്ചവരാണ്. അതുകൊണ്ട് താങ്കൾ അവരെ താക്കീത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഇതുവരെ താങ്കൾ താക്കീത് ചെയ്യൂ, താങ്കൾക്ക് താക്കീത് മാത്രമാണ് താങ്കളുടെ കടമ എന്നൊക്കെ പറഞ്ഞ് താക്കീത് എന്ന് പറഞ്ഞ് പടച്ചോൻ ഇപ്പോൾ പറയാണ് താങ്കൾ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്യാതെ ഇരുന്നിട്ടും കാര്യമില്ല, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു നിരാശയും പകയും പ്രതികാര ബുദ്ധിയും എല്ലാം കൂടെ നുരഞ്ഞു പൊങ്ങി ആ മക്കക്കാരെ ചീത്ത വിളിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇങ്ങനെ മുഹമ്മദ് ചീത്ത വിളിക്കാൻ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തഫ്സീറുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സന്ദർഭം മനസ്സിലാക്കിയാലേ ഈ യാസീൻ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളും യാസീൻ സൂറത്തിൽ ഇനി പറയാൻ പോകുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കഥയുണ്ട്, ആ കഥയുമൊക്കെ എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. എന്താണ് ആ സന്ദർഭം? മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിരലിലുണ്ടാവുന്ന അനുയായികളും മക്കയിൽ വലിയ ളുൽമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ ജനാധിപത്യപരമായിട്ട് സമാധാനപരമായിട്ട് ആശയപ്രചരണം നടത്തുകയല്ല ചെയ്തിരുന്നത്. മറിച്ച് മക്കക്കാരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്ന കഅബയിൽ തന്നെ പോയിട്ട് അവിടെയുള്ള അവർ ആരാധനയ്ക്ക് വെച്ചിരുന്ന ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും നിരന്തരമായിട്ട് അവഹേളിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയുമാണ് മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും ചെയ്തിരുന്നത്. എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ലോകത്താരും ചെയ്തിട്ടില്ലാത്ത അത്ര വൃത്തികേടുകൾ ആണ് മുഹമ്മദും അനുയായികളും അവിടെ ചെയ്തിരുന്നത്. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ വായിച്ചു. അത് മലം പുരട്ടുക, ഈ വിഗ്രഹങ്ങളെ എടുത്തു കൊണ്ടുപോയിട്ട് അതിൻ്റെ തലയിൽ തൂറി വെക്കുക, ആ വിഗ്രഹങ്ങളെ മാലിന്യം പുരട്ടുക, ചത്ത പട്ടിയുടെ കൂടെ ഈ വിഗ്രഹങ്ങളെ കെട്ടിത്തൂക്കുക, ഈ വിഗ്രഹങ്ങളെ തല അടിച്ച് പൊട്ടിക്കുക, അതുങ്ങളെ ചീത്ത പറയുക, തെറി വിളിക്കുക തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർ കാണുകെ, അവിടെയുള്ള മക്കയിലുള്ള ആളുകൾ, ഈ വിശ്വാസികൾ കാണുകെ തന്നെ അവരുടെ വികാരങ്ങളെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദിൻ്റെ കൂടെയുള്ളവരും ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ളുൽമാണ്. അവിടെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ മുഹമ്മദിൻ്റെ കൂടെയുള്ളൂ, വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. എന്നിട്ടും ആ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ കൺമുമ്പിൽ വെച്ചിട്ട് ഇത്രയും വലിയ വൃത്തികേടുകളാണ് മുഹമ്മദും അനുയായികളും അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പല പ്രാവശ്യം അവർ താക്കീത് ചെയ്തു, മുഹമ്മദെ അങ്ങനെ ചെയ്യരുത്, നീ ഞങ്ങളെ ദൈവങ്ങളെങ്ങനെ അവഹേളിക്കരുത് എന്ന് പറഞ്ഞ് പല തരത്തിലുള്ള ഒത്തുതീർപ്പിനും അവർ ശ്രമിച്ചു. ഇതിനൊന്നിനും വകവയ്ക്കാതെ ഈ ളുൽമ് തുടർന്നപ്പോൾ കൂട്ടത്തിൽ ചില ആളുകൾ, ക്ഷമകെട്ട ചില ആളുകൾ, ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്ന അവസ്ഥ എത്തിയപ്പോൾ ചില ആളുകൾ മുഹമ്മദിനെ ഒന്ന് ചെറുതായിട്ട് വിരട്ടി. ശ്രദ്ധിക്കുക, അടിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നല്ല പറയുന്നത്, വിരട്ടി, ചീത്ത വിളിച്ച് വിരട്ടി, ഭീഷണിപ്പെടുത്തി. ഒരിക്കൽ മുഹമ്മദ് ഈ കഅബയുടെ അടുത്ത് വന്നിട്ട് മുഹമ്മദിൻ്റെ ഈ കോപ്രായങ്ങൾ കാണിച്ചപ്പോൾ അബൂജഹൽ ആണെന്ന് പറയപ്പെടുന്നു, അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ, പ്രമാണിമാർ ചെന്നിട്ട് മുഹമ്മദിനെ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ തന്നെ ഞങ്ങൾ ശരിയാക്കോടാ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തിട്ട് എറിയാൻ ഇങ്ങനെ ഓങ്ങി, എറിഞ്ഞ് തന്നെ ഓടിക്കും, അല്ല എന്നെ ഇവിടെ നിന്ന് കൊല്ലും എന്ന് പറഞ്ഞ് അവർ പേടിപ്പിച്ചു. അബൂജഹൽ കാല് പൊന്തിച്ചു തന്നെ നേരെ ചെന്നിട്ട് ചാവിട്ട് എൻ്റെ കല്ല് ഞാൻ ഇടിക്കവിടാ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു. നീ ഈ പണി ഇനി തുടർന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഥ ഞങ്ങൾ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദിൻ്റെ നേരെ അതിശക്തമായ ഒരു ഭീഷണി അവർ മുഴക്കി. പക്ഷെ അവർ മുഹമ്മദിനൊന്നും ചെയ്തില്ല. ഇതൊക്കെ വിരട്ടാൻ വേണ്ടി മാത്രം ചെയ്തിട്ട് അവർ പിന്തിരിഞ്ഞു പോയി. അങ്ങനെ വിരട്ടാൻ വേണ്ടി അവർ പിന്തിരിഞ്ഞു പോയപ്പോൾ അത് മുഹമ്മദിന് ആ വിരട്ടൽ നന്നായിട്ട് ഏശി. ആ വിരട്ടൽ ഏശിയതിൻ്റെ പ്രതികരണമാണ് ഈ യാസീൻ സൂറത്ത് മൊത്തം. ഇതാണ് ഇതിൻ്റെ ഒരു സന്ദർഭമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ തഫ്സീറുകളിലൊന്നും ആ സന്ദർഭവും ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നില്ല. ചില തഫ്സീറുകളിൽ ഇതിൻ്റെ ചില സൂചനകളുണ്ട്. ചില തഫ്സീറുകളിൽ ഈ മിരട്ടൽ വേറെ ചില സന്ദർഭങ്ങളിൽ ഈ മിരട്ടലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മിരട്ടലിനോടുള്ള മുഹമ്മദിൻ്റെ ഒരു പ്രതികരണമായിരുന്നു ഈ പറഞ്ഞ വാക്യങ്ങൾ എന്നും തുടർന്ന് പറയാൻ പോകുന്ന കഥ എന്നും മനസ്സിലാക്കാം. അവിടെ വെച്ചിട്ട് മുഹമ്മദിന് മനസ്സിലാവുകയാണ് ഇവരിനി ഈ പരിപാടിക്ക് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല, ഇവരെ ഇനി വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദിന് ബോധ്യമായപ്പോൾ മുഹമ്മദ്
കൊഞ്ഞനം കുത്തുകയാണ്. ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുകയാണ്. ആ കൊഞ്ഞനം കുത്തലിന് മുഹമ്മദ് എടുത്ത് വീശുന്ന ഒരു യുക്തിരഹിതമായ സാധനമാണ് ഈ തലയിലെഴുത്ത് സിദ്ധാന്തം. അള്ളാഹു എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ആരെ കൊണ്ടൊക്കെ നരകം നിറക്കണം എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. അവരെ താക്കീത് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കാര്യമില്ല, അവരെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, എല്ലാം അള്ളാഹ് നേരത്തെ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ താക്കീതുകാരെ അയക്കലും റസൂലിനെ അയക്കലും കിതാബ് അയക്കലും ഒക്കെ വെറും പ്രഹസനമാണ് എന്നും അർത്ഥശൂന്യമാണ് എന്നും അത് ആവശ്യമില്ലാതെ ഞാൻ ചെയ്യുന്നൊരു പണിയാണെന്നും അള്ളാഹു തന്നെ വളരെ പരിഹാസ്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിധിവിശ്വാസമാണ് ഇവിടെ മുഹമ്മദ് കൊണ്ടെന്ന് ചാർത്തുന്നത്. എന്തിനു വേണ്ടി? മുഹമ്മദ് ഇവരുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോൾ, നിരാശനായപ്പോൾ, മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള പകയുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള അങ്ങേയറ്റം യുക്തിശൂന്യമായിട്ടുള്ള ഒരു വാദമാണ് ഈ തലയിലെഴുത്തായിട്ട് വിധിയായിട്ട് ഇവിടെ വരുന്നത്. അതുതന്നെയാണ് ഇവിടെയും ഉറപ്പിച്ച് പറയുന്നത്. നീ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, നീ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, അവരൊക്കെ നരകത്തിക്കുള്ളവരാണ് എന്ന എൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടതുകൊണ്ട് അവരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, അവർക്ക് ശിക്ഷ ഉടനെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കഴുത്തിൽ കുരുക്കിടുക മാത്രമല്ല, ഇവരുടെ കണ്ണിനും കാതിനും ഒക്കെ മുമ്പിൽ മറ കെട്ടിയിരിക്കുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഈ പിന്നിലും മുന്നിലും മറ കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ചില തഫ്സീറുകളിൽ നൽകുന്ന വ്യാഖ്യാനം ഞാൻ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അബൂജഹൽ മുഹമ്മദിനെ ചവിട്ടാൻ വേണ്ടി കാല് പൊന്തിച്ചിട്ട് ചവിട്ടാതെ തിരിച്ചുപോയി. അബൂജഹൽ മുഹമ്മദിനെ കല്ലെടുത്ത് എറിയാൻ വേണ്ടി കല്ലെടുത്ത് പൊക്കിയിട്ട് എറിയാതെ തിരിച്ചുപോയി. അത് അബൂജഹലും കൂട്ടരും മര്യാദക്കാരായതുകൊണ്ടാണ്. കാരണം മുഹമ്മദിനെ വേണമെങ്കിൽ ഇവർക്ക് എന്നോ തല്ലി കൊല്ലാമായിരുന്നു. അവിടെ അവർ തല്ലാനോ കൊല്ലാനോ ഉദ്ദേശിച്ചിട്ടില്ല, ഒന്ന് മിരട്ടാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് മിരട്ടാൻ വേണ്ടിയിട്ട് ഓങ്ങി പേടിപ്പിക്കുകയും കല്ലെടുത്ത് പൊന്തിച്ച് പേടിപ്പിക്കുകയും ചെയ്തതിനെ പിന്നീട് മുഹമ്മദ് എന്താക്കി തീർത്തു? അങ്ങനെ ചവിട്ടാൻ ഓങ്ങിയപ്പോൾ മുഹമ്മദിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ഒരു മറ കൊണ്ട് വെച്ചു. അങ്ങനെ കല്ലെടുത്ത് എറിയാൻ വേണ്ടി ഓങ്ങിയപ്പോൾ മുഹമ്മദ് എവിടെയാണെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു മൂടി കണ്ണിൻ്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ട് അവർ മര്യാദ കാണിച്ചതിനെ പോലും മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ കറാമത്തായിട്ട് ഇവിടെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ചില തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അവിടെയാണ് ഈ ചവിട്ടാൻ ഓങ്ങിയതിൻ്റെയും കല്ലെടുത്ത് പേടിപ്പിച്ചതിൻ്റെയും ഒക്കെ സന്ദർഭം നമുക്ക് കിട്ടുന്നതും അവിടെ തന്നെയാണ്. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത വാക്യം, 11ാമത്തെ വാക്യം നോക്കാം. പ്രമാണത്തെ പിന്തുടരുകയും നേരിൽ കാണാതെ തന്നെ കരുണാനിധിയായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവന് മാത്രമേ താങ്കളുടെ താക്കീത് ഫലപ്രദമാവുകയുള്ളൂ. അതിനാൽ പാപമോചനവും മാന്യമായ പ്രതിഫലവും ഉണ്ടെന്ന സന്തോഷ വാർത്ത അവനെ താങ്കൾ അറിയിച്ചു കൊള്ളുക. അപ്പോൾ ആർക്കേ താങ്കളുടെ അത് പ്രയോജനം ചെയ്യുള്ളൂ? താങ്കൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ, അതിന് തെളിവുണ്ടോ എന്നൊന്നും നോക്കാതെ കണ്ണും പൂട്ടി താങ്കളെ വിശ്വസിച്ച് ഒപ്പം കൂടിയ 1-2 ആൾക്കാരുണ്ട്, അവർക്ക് മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. അല്ലാതെ ചിന്തിക്കുകയും ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും തെളിവ് ചോദിക്കുകയും ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊന്നും ഈ പൊട്ടത്തരം കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് അള്ളാഹു എന്ന വിഡ്ഢിയാസുരൻ ഇവിടെ പറയുകയാണ്. അങ്ങനെ അള്ളാഹു തന്നെ ഹിദായത്ത് കൊടുക്കാത്തത് കൊണ്ട് അള്ളാഹു തന്നെ കരുതിക്കൂട്ടി മൂടി വെക്കുകയും മറ വെക്കുകയും കണ്ണിനും കാതിനും ഹൃദയത്തിനും ഒക്കെ മറ കൊണ്ട് പൊതിയുകയും ഒക്കെ ചെയ്തിട്ട് ഈമാൻ അങ്ങോട്ട് കടക്കാത്ത രീതിയിൽ അതിലിട്ട് പൂട്ടി പോയ അള്ളാഹു തന്നെയാണ് പിന്നെ മക്കയിൽ വെച്ചിട്ട് അവരുടെയൊക്കെ മനസ്സിലേക്ക് ഞാൻ ഭയം വിട്ട് കൊടുക്കും, അപ്പോൾ നീ അവരുടെയൊക്കെ കഴുത്തിന് വെട്ടിക്കോ എന്ന് പറഞ്ഞ് പിന്നെ ആയത്തിറക്കുന്നത്. അപ്പോൾ അള്ളാഹു ഈ ഭയം വിട്ടുകൊടുത്ത് കഴുത്ത് വെട്ടിക്കുന്ന ആ കറാമത്തൊന്നും അള്ളാഹുവിന് ഇവരെ ഈമാൻ ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ മനസ്സിലേക്ക് ഈമാൻ ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്നേയില്ല. അപ്പോൾ അള്ളാഹു കരുതിക്കൂട്ടി നരകത്തിലിടാൻ തീരുമാനിച്ച് ഈമാൻ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടി മടപ്പുവിട്ട് പൂട്ടിയിട്ട് അതേ അള്ളാഹു പിന്നെ മദീനയിൽ വെച്ചിട്ട് അവരെ ആ പൂട്ടി തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പേടി കുത്തി തിരികിയിട്ട് അവരെ കഴുത്ത് വെട്ടാനാണ് മുഹമ്മദിനോട് പറയുന്നത്. അപ്പോൾ ഈ അള്ളാഹു എത്ര ഭീകരനാണെന്ന് ആലോചിച്ചു. സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മാർഗത്തിൽ തൻ്റെ ഒരു ആശയമോ തൻ്റെ ഒരു മതമോ ഈ സൃഷ്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കണം എന്നല്ല ഈ അള്ളാഹു ആഗ്രഹിച്ചത്. മറിച്ച് ഒരു ഭീകരവാദത്തിലൂടെ താൻ തന്നെ അവിശ്വാസികളാക്കി മാറ്റിയ ആളുകളെ വെട്ടിക്കൊല്ലാൻ താൻ തന്നെ കൂട്ടുചേരുകയും താൻ തന്നെ സഹായിക്കുകയും താൻ തന്നെ അവരെ വെട്ടാൻ കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ എത്ര
എത്ര ഭീകരനാണ്, എത്ര കൊടും ക്രൂരനാണ്, എത്ര കൊടും ചതിയനാണ് ഈ അള്ളാഹു. എന്നിട്ട് ആ അള്ളാഹുവാണ് സ്വയം ഞാൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, പരമകാരുണികനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവചനം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മുഫസ്സിറുകൾ പിന്നീട് ഈ പറഞ്ഞതൊന്നും ഖുറൈശികളെ മൊത്തം പറഞ്ഞതല്ല, ബദറിൽ കൊല്ലപ്പെട്ട അബൂജഹലിനെ മാത്രം പറഞ്ഞതാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് മരിച്ചുപോയ ഇസ്ലാം ആകുന്നതിന് മുമ്പ് മരിച്ചുപോയ വലീദ് ബിൻ മുഗീറയെയും അബൂ ജഹലിനെയും മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ചില മുഫസ്സിറുകൾ നടത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്: ദീസ് വേഴ്സസ് വെർ റിവീൽഡ് അബൌട്ട് അബൂ ജഹൽ, അൽ വലീദ് ആൻഡ് ദെയർ ഹോസ്. അത്രയും ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ഈ അബൂജഹലിനെയും വലീദിനെയും മാത്രം. കാരണം അവർ മാത്രമാണ് പിന്നീട് മുസ്ലിം ആവാതെ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ മാത്രം എടുത്തിട്ട് പറഞ്ഞ് അവരെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ മൊത്തം ഖുറൈശികളെ മുഖത്ത് നോക്കിയിട്ടാണ് ഇവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും തൻ്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാർ തന്നെ ഒരു നിലക്കും സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ കൂടെ കൂടിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അബൂ സുഫിയാനോ അല്ലെങ്കിൽ പിന്നീട് ബലം പ്രയോഗിച്ച് മതം മാറ്റിയവരൊന്നും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രവചനം പൊളിഞ്ഞതാണെന്ന്. അടുത്തത് 12-ാമത്തെ വാക്യം: നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുമ്പ് ചെയ്തു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ രേഖയിൽ നാം കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. തലയിലെഴുത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ച് ഒരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ എഴുതി വെച്ചതും അതുകൂടാതെ പിന്നെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് പിന്നെയും മലക്കുകളെ കൊണ്ട് എഴുതിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഒരിക്കൽ നേരത്തെ എഴുതി വെച്ചാണെങ്കിൽ ആ എഴുതി വെച്ചാൽ തന്നെ പോരെ, എഴുതി വെക്കേണ്ട ആവശ്യം തന്നെയല്ല. സർവ്വജ്ഞാനിയായ അള്ളാഹുവിന് ഇതെല്ലാം ഓർത്തിരിക്കാൻ തന്നെ പറ്റും. അപ്പോൾ പിന്നെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 വട്ടം എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഇവിടെ നേരിൽ കാണാതെ തന്നെ 11-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, നേരിൽ കാണാതെ തന്നെ കാരുണ്യവാനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും പിന്തുടരുകയും പ്രമാണത്തെ പിന്തുടരുകയും ചെയ്യുന്നവന് മാത്രമേ താങ്കളുടെ താക്കീത് ഫലപ്രദമാവുകയുള്ളൂ എന്ന്. അങ്ങനെ നേരിൽ കാണാതെ വിശ്വസിക്കുക എന്നുള്ളത് ഇത്ര വലിയ പോരിശയാണെങ്കിൽ ആ ഖുറൈശികൾ അന്ന് ലാത്തേനെയും ഹുസൈനെയും മനാത്തേനെയും അതുപോലെ അള്ളാഹുവിനെയും ഒക്കെ വിശ്വസിച്ചിരുന്നതല്ലോ. അള്ളാഹു അവർ നേരിൽ കണ്ടിട്ടല്ല അവർ വിശ്വസിച്ചിരുന്നത്. ആകാശത്ത് അള്ളാഹു എന്ന് പറയുന്നൊരു ദൈവമുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. താഴത്ത് ലാത്തിയും മനാത്തിയും അതുപോലെയുള്ള കുറേ ദൈവങ്ങളുണ്ട് എന്നൊക്കെ അവർ കാണാതെയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെയും സംശയിക്കാതെയും വിശ്വസിച്ചിരുന്നു. അതിനപ്പുറം ഈ അള്ളാഹു ഒറ്റയ്ക്ക് ഉള്ളു ദൈവം എന്ന് പറയുന്നതിന് ഈ കാണാതെ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് എന്ത് പ്രാധാന്യമുള്ളത്? തെളിവില്ലാതെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം ഈ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ സാധ്യമാവുക. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഇതുപോലെ തെളിവൊന്നുമില്ലാതെ കാണാതെ അവരുടെ പൂർവികർ പറഞ്ഞ കഥകൾ അതേപടി ചങ്ക് തൊടാതെ വിഴുങ്ങിയാണ് വിശ്വസിച്ച് പോരുന്നത്. അങ്ങനെ കണ്ണ് ചങ്ക് തൊടാതെ അന്ധമായി വിശ്വസിക്കുന്നത് ഒരു വലിയ ക്വാളിറ്റിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മഹാകാരുണ്യവാനായ ദൈവത്തെ ഭയപ്പെടുക എന്നാണ് പറയുന്നത്. അത് രണ്ടും പരസ്പരം ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്ക്. അതിലും വലിയ വൈരുദ്ധ്യം വേറെ എന്താ ഉള്ളത്? മഹാകാരുണ്യവാനായ ഒരാളെ എന്തിനാണ് ഭയപ്പെടുന്നത്? മഹാകാരുണ്യവാനായ ഒരാളോട് നമുക്ക് സ്നേഹവും ആദരവും വാത്സല്യവും ഒക്കെ അല്ലേ തോന്നുക? ഒരു മഹാകാരുണ്യവാൻ വരുന്നുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ പേടിച്ച് വിറക്കുക ചെയ്യുക. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുമ്പ് ചെയ്തു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ രേഖയിൽ നാം കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. സർവജ്ഞാനിയായ ഒരു പടച്ചോൻ ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പിന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ അതെല്ലാം പ്രാക്ടിക്കലാവുന്ന സമയത്ത് വീണ്ടും അത് എഴുതി വെക്കുന്നു എന്ന് പറയുന്നത്. അതേ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. അതിനൊരു കുത്തുകോമ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമതും ഇതൊക്കെ എഴുതി വെക്കും എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു സർവജ്ഞാനിയാണ് എന്ന് പറയുന്നത് ഇവിടെ പൊളിയാണ് ചെയ്യുന്നത്. സർവജ്ഞാനിയാണെങ്കിൽ അങ്ങനെ ആദ്യം എഴുതി വെക്കേണ്ട ആവശ്യമില്ല, രണ്ടാമതും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം തത്സമയം തന്നെ ഓർമ്മയിൽ വരികയും അത് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ആരെ വേണമെങ്കിലും കാണിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഈ എഴുതി സൂക്ഷിക്കുന്നത്? അപ്പോൾ മുഹമ്മദ് ഒരു കച്ചവടക്കാരനായിരുന്നു. കണക്കും കാര്യങ്ങളൊക്കെ മുഹമ്മദ്, ഖദീജാൻ്റെ കച്ചവടത്തിൽ കാര്യങ്ങളൊക്കെ മുഹമ്മദ് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എഴുതി വെക്കുക എന്നുള്ളത് അന്നത്തെ മനുഷ്യരുടെ ഒരു രീതിയാണ്.
അത് തന്നെ അള്ളാഹുവിൻ്റെ തലയിലും വെച്ച് കെട്ടി. പക്ഷെ സർവജ്ഞാനിയാണ് അള്ളാഹു എന്നുള്ള കാര്യം ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ മറന്നുപോയി. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെല്ലാം പരസ്പര വിരുദ്ധമായിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള 12 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇനി 13 മുതലുള്ള വാക്യങ്ങൾ രസകരമായ ഒരു കഥയാണ്. രസകരമായ കഥയല്ല, അത് കുറച്ച് ദുരൂഹതയുള്ള ഒരു കഥയാണ്. ആ കഥയും ഞാനിപ്പോൾ ഈ ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ അല്ലെങ്കിൽ ഈ സൂറത്ത് മൊത്തം ഇറങ്ങിയതിൻ്റെ സന്ദർഭവും തമ്മിൽ ബന്ധമുണ്ട് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കഥ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാം. അപ്പോൾ ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ വായിച്ച ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ യാസീൻ എന്ന സൂറത്തിന് ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ വായിച്ച് കേട്ട 12 വാക്യങ്ങൾ ഖുർആൻ്റെ സത്ത, ഖുർആൻ്റെ ഹൃദയം, ഖുർആനിലെ ഏറ്റവും പുണ്യമുള്ള അധ്യായം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓതി തുടങ്ങുന്ന ഈ യാസീൻ്റെ ആദ്യത്തെ ഈ 12 വാക്യങ്ങൾ കേട്ടിട്ട് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത 50 ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ള ഒരു കഴമ്പുള്ള ഒരു ഉള്ളടക്കം ഇതിലുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ലാന്ന് മാത്രമല്ല, ഇതുവരെ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് ആ പറഞ്ഞതുപോലും യാതൊരു ഫലവും ഇല്ലാതായി എന്നതിൻ്റെ നിരാശ പുറത്തേക്ക് ചാടിച്ചുകൊണ്ട് പിന്നെയും ഈ തലയിലെഴുത്ത് ഉൾപ്പെടെയുള്ള യുക്തിരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശിക്ഷാഭീഷണി മുഴക്കിക്കൊണ്ട് പിന്നെയും ഈ അറബികളെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല, ഖുർആനിൽ ഉടനീളം പറഞ്ഞ കാര്യങ്ങളിലുള്ള മുഴുവൻ വൈരുദ്ധ്യങ്ങളും ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഓരോ വാക്യത്തിനകത്തും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. യാസീൻ എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാരുണ്യവാനായ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടും എന്ന് പറയുന്നിടത്ത് വൈരുദ്ധ്യമുണ്ട്. കാരുണ്യവും ഭയവും ഇത് രണ്ടും വൈരുദ്ധ്യമാണ്. ഹക്കീം എന്ന് പറയുന്നതും അർത്ഥം പിടികിട്ടാത്ത യാസീനും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ വൈരുദ്ധ്യങ്ങളുടെയും പൊരുത്തക്കേടുകളുടെയും നിരാശ ബാധിച്ച ഒരാളുടെ യുക്തിരഹിതമായ പുലമ്പലുകളുടെയും ഒരു സമാഹാരം തന്നെയാണ് ഖുർആൻ മുഴുക്കെ എന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെങ്കിൽ അതിൻ്റെ ആകെ സത്തയാണ്, ഇതിൻ്റെ ഹൃദയമാണ്, പുണ്യം പൂരിശയാക്കപ്പെട്ട സൂറത്താണ് എന്ന് പറയുന്ന യാസീനിൽ തുടക്കത്തിൽ നമ്മൾ വായിച്ച ഈ 12 വാക്യങ്ങളും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. ഇനി 13ാമത്തെ വാക്യം മുതൽ ഒരു കെട്ടുകഥ പറയുകയാണ്. ആ കെട്ടുകഥയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അറബികൾ കേട്ട് അറിഞ്ഞിട്ടുള്ള കേട്ട് പരിചയമുള്ള പൂർവികരുടെ ഒരു കെട്ടുകഥയേ അല്ലാതെ മറിച്ച് മുഹമ്മദിൻ്റെ നേരെ ഈ അറബികൾ, അന്നത്തെ ഖുറൈശി പ്രമാണിമാർ മുഹമ്മദിനെ വിരട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഭീഷണിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആ ഭീഷണിക്കുള്ള മറുപടി നേരെ ചൊവ്വേ പറയുന്നതിന് പകരം ഒരു കഥ ഉണ്ടാക്കിയിട്ട് ആ കഥയിലൂടെ മുഹമ്മദ് അവതരിപ്പിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇനി 13ാം വാക്യം മുതൽ വരാൻ പോകുന്നത്. ആ കഥയും അതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാം.